ഏർവാടി ദർഗ ഇന്ത്യയിലെ തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയിലെ ഏർവാടി എന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന വളരെ ആദരണീയമായ ഒരു ഇസ്ലാമിക ആരാധനാലയമാണ്. ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് കുത്തുബ് സുൽത്താൻ സയ്യിദ് ഇബ്രാഹിം ഷഹീദ് ബാദ്ഷയാണ്. 12ാം നൂറ്റാണ്ടിൽ ഇസ്ലാം പ്രചരിപ്പിക്കുന്നതിനായി ഏർവാടിയിലേക്ക് യാത്ര ചെയ്തതായി വിശ്വസിക്കപ്പെടുന്ന മദീന ഭരണാധികാരിയായിരുന്ന സുൽത്താൻ സയ്യിദ് ഇബ്രാഹിം ഷഹീദ് ബാദ്ഷയുടെ മക്ബറയാണിത്. ദക്ഷിണേന്ത്യയിലെ മുസ്ലിമീങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണിത്. അനുഗ്രഹങ്ങളും ആത്മീയ മാർഗനിർദ്ദേശവും തേടാൻ വരുന്ന വിവിധ മതങ്ങളിൽ നിന്നുള്ള ഭക്തരെ ഇത് ആകർഷിക്കുന്നു. ആത്മീയ രോഗശാന്തിയിലുള്ള വിശ്വാസത്തിന്, പ്രത്യേകിച്ച് മാനസികാരോഗ്യമുള്ള ആളുകൾക്ക് ദർഗ പ്രത്യേകിച്ചും പ്രശസ്തമാണ്. ദർഗയിലെ വിളക്കിൽ നിന്നുമുള്ള പുണ്യജലത്തിനും എണ്ണയ്ക്കും രോഗശാന്തി ഗുണങ്ങളുണ്ടെന്ന് പലരും വിശ്വസിക്കുന്നു. ഇസ്ലാമിക വേരുകളുണ്ടെങ്കിലും എല്ലാ മത പശ്ചാത്തലങ്ങളിൽ നിന്നുമുള്ള സന്ദർശകരെ ആകർഷിക്കുന്ന സാമുദായിക ഐക്യത്തിന്റെ ശക്തമായ പ്രതീകമാണ് ഏർവാടി. ഹസ്രത്ത് സുൽത്താൻ സയ്യിദ് ഇബ്രാഹിം ബാദ്ഷയുടെ ഉറൂസ് ഹിന്ദുക്കളുടെയും മുസ്ലിമീങ്ങളുടെയും പങ്കാളിത്തോടെ ഇവിടെ ആഘോഷിക്കപ്പെടുന്നു. നൂറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന സമ്പന്നമായ ചരിത്രമുള്ള ഈ ദർഗയ്ക്ക് ഇസ്ലാമിക ദ്രാവിഡ വാസ്തുവിദ്യാ ശൈലികളുടെ മിശ്രിതമാണ് പ്രതിഫലിക്കുന്നത്. തമിഴ്നാട്ടിലെ സാംസ്കാരിക പൈതൃകങ്ങൾ ഇതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. തമിഴ്നാട്ടിലെ ഏർവാടി ദർഗയിൽ വർഷം തോറും നടക്കുന്ന ഒരു ആദരണീയമായ ഇസ്ലാമിക ഉത്സവമാണ് ഏർവാടി ദർഗ ഉറൂസ്. സൂഫി വര്യനായ സയ്യിദ് ഇബ്രാഹിം ഷഹീദ് ബാദ്ഷയുടെ ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. കൂടാതെ പ്രദേശത്തുടനീളമുള്ള ഭക്തരെ ഇത് ആകർഷിക്കുന്നു. ഉറൂസിനിടെ ഭക്തർ പ്രാർത്ഥനകൾ നടത്തുകയും ആചാരങ്ങൾ അനുഷ്ഠിക്കുകയും വിവിധ സാംസ്കാരിക ആത്മീയ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു. 2025 ആണ്ട് മെയ് മാസത്തിൽ നടന്ന ഉറൂസിൻ്റെ ഏതാനും ചില ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മക്ബറയിൽ വിരിക്കാനുള്ള പുടവകൾ ആനപ്പുറത്ത് കയറ്റും. ആനപ്പുറത്തും കുതിരപ്പുറത്തുമായിട്ട് 3 തവണ മക്ബറയെ വലയം ചെയ്യും.
മക്ബറയെ വലയം വെച്ച് 3-ാം തവണ പൂർത്തിയാകുമ്പോൾ പുടവകളെല്ലാം താഴെ ഇറക്കാനുള്ള ഒരുക്കത്തിലാണ്. മഗ്‌രിബ് ബാങ്ക് കൊടുത്തപ്പോൾ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള പള്ളിയിൽ കയറി മഗ്‌രിബ് നമസ്കാരം നിർവഹിച്ചു. മഹാനവറുകളുടെ ദർഗയും അതുപോലെ തന്നെ പള്ളിയും വ്യത്യസ്ത ഇനം വിളക്കുകളാൽ അലങ്കൃതമായിരുന്നു. പിന്നീട് ഞങ്ങൾ മക്ബറയിലേക്ക് പ്രവേശിച്ചു. മക്ബറയുടെ അടുത്തായിട്ട് തന്നെ തൊട്ടിൽ കെട്ടുന്ന സ്ഥലമുണ്ട്. എന്തെന്ന് വെച്ചാൽ കുട്ടികളാവാത്ത സ്ത്രീകൾ ഇവിടെ തൊട്ടിൽ കെട്ടി ദുആ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കുട്ടികളുണ്ടാവും എന്നാണ് ഒരു വിശ്വാസം. മുസ്ലിമീങ്ങൾ മാത്രമല്ല ഹിന്ദു മതവിശ്വാസികളും ഈ ഒരു ദർഗയിലേക്ക് പ്രാർത്ഥിക്കാൻ വരുന്നു എന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. വളരെ ചെറുപ്പത്തിൽ എൻ്റെ വല്യപ്പാനോടൊപ്പം ഏർവാടിയിലേക്ക് ഞാൻ വന്നതിന് ശേഷം എനിക്ക് ഓർമ്മ വച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ ഏർവാടി എത്തിയത്. ഉറൂസ് കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസത്തെ കാഴ്ചയാണിത്. മഹാൻകൾ ഏർവാടി പാടി മാമദിന പിറந்தവരേ ഇവിടെ തന്നെ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു മഖ്ബറയാണ് സയ്യിദ റാബിയ ഉമ്മ റളിയല്ലാഹു അൻഹയുടേത്. ഇവിടേക്ക് സ്ത്രീകൾക്ക് മാത്രമാണ് പ്രവേശനം. ഇത് തൊട്ടടുത്തുള്ള വേറൊരു മഖാമാണ്. ദർഗയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് മെയിൻ ഗേറ്റ് ചമയിച്ചിരിക്കുകയാണ്. അവിടെ വാഴക്കുലയും തെങ്ങിൻകുലയും അതുപോലെ തന്നെ മറ്റു പല ഫ്രൂട്ട്സുകളും ഓലകൾ കൊണ്ടുമൊക്കെ വളരെ രസകരമായ രീതിയിൽ അലങ്കരിച്ച ഒരു ഗേറ്റാണത്. ഏർവാടി ഉറൂസിൻ്റെ വീഡിയോ നമുക്ക് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.